ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഗൃഹാങ്കണ രാമായണ പാരായണം 12-ാം ദിവസം. കാർമുകിൽ വർണ്ണനും നിഷ്കളങ്കനും താമരക്കണ്ണനും പരമാത്മാവുമായ ശ്രീരാമചരിതം എത്ര കേട്ടാലും മതിയാവുകയില്ല. ആയതിനാൽ അല്ലയോ പരമേശ്വര, അങ്ങ് വിസ്തരിച്ച് അരുളി ചെയ്യുമാറാകണം എന്നുള്ള പാർവതീദേവിയുടെ ആഗ്രഹപ്രകാരം മഹാദേവൻ രാമചരിതം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിത്രകൂടത്തിൽ നിന്നും അത്രിമാമുനിയുടെ ആതിഥ്യം സ്വീകരിച്ച് ശ്രീരാമാദികൾ പിറ്റേന്ന് തന്നെ അതിരാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനാദി കർമ്മങ്ങളും മറ്റും പൂർത്തിയാക്കി ദണ്ഡകാരണ്യത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇവിടെ ദണ്ഡകാരണ്യത്തെക്കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. സൂര്യവംശ സ്ഥാപകനായിരുന്ന ഇക്ഷ്വാകുവിന് നിരവധി മക്കളുണ്ടായിരുന്നു. അതിലേറ്റവും ഇളയവനായിരുന്നു ദണ്ഡൻ. വില്ലാളി വീരനും ഏറ്റവും ഇളയവനുമായിരുന്ന അവനോട് മഹാരാജാവിന് അത്യധികം സ്നേഹവാത്സല്യങ്ങളുണ്ടായിരുന്നു. ഇക്ഷ്വാകുവാണെങ്കിൽ വമ്പിച്ച ചതുരംഗപ്പടയുടെ അധീനനും ദേവാസുര യുദ്ധങ്ങളിൽ പലപ്പോഴായി പങ്കെടുക്കുകയും അസുരന്മാരെ കൊന്നൊടുക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അവനോട് സ്നേഹ ബഹുമാനങ്ങളുള്ള മഹാരാജാവ് അവനു വേണ്ടി വിന്ധ്യാപർവ്വത സാനുക്കളിൽ 100 യോജന വിസ്തൃതിയിൽ ഒരു രാജ്യം നിർമ്മിച്ചു നൽകി. ശുക്രമഹർഷിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് അവൻ രാജ്യഭരണം നടത്തി തുടങ്ങുകയാണ്. ഒരിക്കൽ ഗുരുപുത്രിയായ ദേവയാനിയോട് അപമര്യാദയായി പെരുമാറാൻ ഇടയായി. ഇതേ തുടർന്ന് ഗുരു മകളെയും കൂട്ടി ആ രാജ്യം ഉപേക്ഷിക്കുകയാണ്. മാത്രവുമല്ല, ഇന്നത്തേക്ക് 7 നാളിനുള്ളിൽ ദണ്ഡൻ്റെ രാജ്യം അഗ്നിക്കിരയാകട്ടെ എന്ന ശാപവും ഗുരുവിനാൽ അരുളി ചെയ്യപ്പെട്ടു. ശാപം ഫലിക്കുകയും ആ രാജ്യം 7 ദിവസത്തിനുള്ളിൽ തന്നെ ചാരമായി തീരുകയും ചെയ്തു. ശുക്രാചാര്യരുടെ ശാപമായതിനാൽ പിന്നെ ആരും തന്നെ അവിടേക്ക് പോയിരുന്നില്ല. കാലാന്തരത്തിൽ അവിടം ഒരു ഘോരവനമായി മാറുകയും ദണ്ഡകാരണ്യം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മഹാകാനനം വരെ വഴികാട്ടിയ മുനികുമാരന്മാരോട് രാമൻ തിരിച്ചു പൊയ്ക്കൊള്ളാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവർ മൂവരും കാട്ടിനുള്ളിലേക്ക് കയറുകയാണ്. അവരുടെ സങ്കല്പത്തിനും ധാരണയ്ക്കും അപ്പുറമായിരുന്നു ആ വനം. ജില്ലിജങ്കാരനാദമണ്ഡിതം സിംഹവ്യാഘ്ര ശല്യാദി മൃഗഗണാകീർണമാതപഹീനം ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, അമ്പും വില്ലുമെടുത്ത് തയ്യാറായി നിൽക്കുക. മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസർ ഇവിടെയുണ്ടാവും. മുമ്പിൽ ആയുധധാരിയായി നീയും പിന്നിൽ വൈദേഹിയും അതിന് പിന്നാലെ ആയുധധാരിയായി ഞാനും നടക്കാം. അങ്ങനെ സീതയ്ക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി അവർ നടന്നു നീങ്ങവേ നല്ലൊരു പൊയ്ക കാണുകയും അതിലെ അമൃതിന് സമാനമായ വെള്ളം കുടിച്ച് ദാഹം തീർത്ത് അതിനടുത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ അല്പം വിശ്രമിക്കുകയുമാണ്. അപ്പോൾ മല പോലുള്ള ഒരു ഭീകര സത്വം കടലിരമ്പം പോലെ അലറിക്കൊണ്ട് വൻമരങ്ങൾ പിഴുതെറിഞ്ഞ് വന്നെടുക്കുകയാണ്. ഗുഹ പോലെയുള്ള വായ തുറന്നു പിടിച്ചിരിക്കുന്നു.
കനൽക്കട്ടകൾ പോലെയുള്ള ഉരുണ്ട തുടുത്ത കണ്ണുകൾ. ഒരു വലിയ ശൂലം ഇടത്തെ തോളിനോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ശൂലാഗ്രത്തിൽ കടുവ, സിംഹം, പോത്ത്, പന്നി, ആന, മാൻ ഇത്യാദി മൃഗങ്ങളെയും മനുഷ്യരെയും പച്ചക്ക് കുത്തി നിർത്തിയിരിക്കുകയാണ്. ഒലിച്ചിറങ്ങുന്ന രക്തം കൈകളാൽ വടിച്ചെടുത്ത് പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചമാംസം പിടിച്ചു കീറി തിന്നുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും വാ പിളർന്ന് അവൻ രാമാദികളുടെ അടുത്തേക്ക് ഓടി വരികയും സീതയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുമാണ്. അപ്പോൾ രാമൻ ബാണമെയ്ത് അവൻ്റെ 2 കാലുകളും തലയും അറുത്തുകളഞ്ഞു. ആ സമയം ആ ദുഷ്ടരാക്ഷസന്റെ സ്ഥാനത്ത് അതിസുന്ദരനായ ഒരു ഗന്ധർവനെ കാണായി. മോക്ഷം കിട്ടിയ അവൻ രാമനോട് തൻ്റെ പൂർവകഥ പറയുന്നു. പണ്ട് തുമ്പുരു എന്ന ഗന്ധർവനായിരുന്നു ഞാൻ. ദുർവാസാവിൻ്റെ ശാപത്തിനാൽ രാക്ഷസനായി പോയതാണ്. ഇപ്പോൾ അങ്ങയുടെ കരങ്ങളാൽ അടിയന് മോക്ഷം ലഭിച്ചിരിക്കുന്നു. അതിനാൽ അടിയന് സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാം. രാമനെ സ്തുതിച്ചു പാടിക്കൊണ്ട് ഗന്ധർവലോകത്തേക്ക് പോവുകയാണ് അവൻ. വിദ്യാധര സ്തുതി രാമായണത്തിലെ അതിപ്രശസ്തമായ സ്തുതിയാണ്. സന്തതമിനിച്ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്തിയാ. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം. സ്തോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം. ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ, നമസ്തേ രാമാത്മ രാമായ നമോ നമഃ. നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം, നമസ്തേ രാമായ ലോകാഭിരാമായ നമഃ. ഇങ്ങനെ രാമനാമങ്ങൾ സ്തുതിച്ചു പാടിപ്പാടി ആ ഗന്ധർവൻ നാഗലോകം പ്രവേശിച്ചു. ഈ സംഭവത്തിന് ശേഷം യാത്ര തുടർന്ന അവർ ശരഭംഗ മുനിയുടെ കുമുദവനത്തിലുള്ള ആശ്രമത്തിൽ എത്തിച്ചേരുകയാണ്. സാക്ഷാൽ ഈശ്വരനെ നേരിട്ട് കണ്ട മുനി ഫലമൂലാദികൾ നൽകി രാമാദികളെ സ്വീകരിച്ചു. ശ്രീരാമചന്ദ്രനെ നേരിൽ കാണാനായി ആഗ്രഹിച്ച് തപസ്സു ചെയ്തുകൊണ്ടിരുന്ന മുനി തൻ്റെ തപോബലമെല്ലാം ശ്രീരാമചന്ദ്രന് പകർന്നു നൽകുകയാണ്. എന്നിട്ട് ആ ശരീരം യോഗാഗ്നിയിൽ ലയിപ്പിച്ചു. ആകാശത്ത് വിമാനങ്ങൾ നിറഞ്ഞു. ദേവതമാർ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമാദികൾ ദണ്ഡകാരണ്യത്തിൽ എത്തിയതായി അറിഞ്ഞുകൊണ്ട് അവിടെ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന മാമുനിമാരെല്ലാം രാമനെ കാണായി എത്തിയിരിക്കുകയാണ്. അവിടെ അവർക്ക് രാക്ഷസന്മാരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉപദ്രവങ്ങളെല്ലാം രാമനെ അറിയിക്കുകയാണ്. കാലങ്ങളായി മുനിമാരെ കൊന്നു തിന്നതിൻ്റെ ഫലമായി അസ്ഥികൾ ചേർന്ന് കുന്നുകളായി രൂപപ്പെട്ടതും മാമുനിമാർ രാമന് കാണിച്ചു കൊടുത്തു. താമസം വിന അതിനൊക്കെ പരിഹാരം കാണാമെന്ന് ഉറപ്പുകൊടുത്ത് ആ മുനിമാരോട് ചേർന്ന് രാമാദികൾ അവിടെ വസിച്ചുകൊണ്ടിരിക്കെ ശ്രീരാമചന്ദ്രൻ്റെ വനവാസകാലത്തെ 13 വർഷവും കഴിഞ്ഞു പോവുകയാണ്. മഹർഷിമാർ കൂട്ടമായി താമസിക്കുന്നിടത്ത് വസിച്ച ശേഷം ശ്രീരാമൻ സുധീഷണാശ്രമത്തിലേക്ക് തിരിക്കുകയാണ്. അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായ മുനി
രാമാദികളെ അർഘ്യപാദ്യാദികൾ നൽകി സ്വീകരിച്ചു. അന്ന് രാത്രി അവിടെ കഴിച്ച ശേഷം പിറ്റേനാൾ മുനിമാരോടുകൂടി അഗസ്ത്യാശ്രമത്തിലേക്ക് യാത്രയാവുകയാണ്. മാന്യൻ, കുംഭോത്ഭവൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അഗസ്ത്യ മഹർഷി പുരാണപ്രസിദ്ധനാണ്. വേദശാസ്ത്രത്തിലും ആയുധാഭ്യാസത്തിലും അഗ്രഗണ്യനായിരുന്നു. ലോപാമുദ്രയാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. വിന്ധ്യാപർവ്വതത്തെ തലകുനിപ്പിച്ചവനാണ് അഗസ്ത്യർ. അകത്തെ, അതായത് പർവ്വതത്തെ തല കുനിപ്പിച്ചവൻ എന്ന നിലക്കാണ് അഗസ്ത്യർ എന്ന പേര് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിവരണങ്ങളുടെ ഉടമയാണ് അഗസ്ത്യർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അഗസ്ത്യാശ്രമത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാ ഋതുക്കളിലും ഉണ്ടാകുന്ന പൂക്കളാലും പഴങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷലതാദികളും വിഭിന്ന പ്രകൃതരായ നാനാവിധ മൃഗങ്ങൾ സ്നേഹത്തോടെ കഴിഞ്ഞു വരുന്നതും വേദമന്ത്രങ്ങളാൽ പ്രസരിതമായതുമായ നിരവധി ദേവർഷിമാരാലും ബ്രഹ്മർഷിമാരാലും സമ്പന്നമായ അഗസ്ത്യാശ്രമത്തിലേക്ക് രാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം പ്രവേശിക്കുകയാണ്. അവർ ആശ്രമത്തിലെത്തിയപ്പോൾ തൻ്റെ ശിഷ്യന്മാർക്കായി രാമമന്ത്രം വ്യാഖ്യാനിച്ചു കൊടുക്കുകയായിരുന്നു അഗസ്ത്യ മാമുനി. ഭാര്യയോടും അനുജനോടും ചേർന്ന് മഹർഷിയെ പാദനമസ്കാരം ചെയ്തു ശ്രീരാമചന്ദ്രൻ. കുമ്പിട്ട് നിൽക്കുന്ന രാമനെ മുനി ഗാഢമായി ആശ്ലേഷം ചെയ്തു. അർഘ്യപാദ്യാദികളാൽ അവരെ സ്വീകരിച്ചു. വന്യഭോജ്യങ്ങൾ നൽകി സൽക്കരിച്ചു. ശ്രീരാമന് മുമ്പിൽ മുനി തൻ്റെ രാമസങ്കല്പം വാക്കുകളിലൂടെ പറയുകയാണ്. നീ വരുന്നതും പാർത്തു ഞാനിരുന്നിതു മുന്നം, ദേവകളോടും കമലാസനനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ, ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവൻ അന്നു തന്നെ. സാരസാസന സകലേശ്വരാധയാനിധേ, ഞാനന്നു തുടങ്ങി വന്നിവിടെ വാണിടിനേൻ, ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ എന്നു തുടങ്ങി വാക്കുകളെ കൊണ്ടും ആശയങ്ങളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടും സമ്പന്നമായ സ്തുതികളാകുന്ന മാല രാമനെ അണിയിക്കുകയാണ്. രാമ, നിന്നെ കാണായ കാരണം ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം, ഇന്നു മൽക്രതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു, ഇന്നല്ലോ സഫലമായി വന്നതു മന്നേത്രവും. സീതയാ സാർദ്ധം ഹൃദി വസിക്ക സദാ ഭവാൻ, സീതാവല്ലഭ ജഗന്നായക ദശരഥേ എന്ന് പാടി തൻ്റെ ഹൃദയം രാമന് മുമ്പിൽ സമർപ്പിക്കുകയാണ് മാമുനി. എന്നിട്ട് ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഒടുങ്ങട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദേവേന്ദ്രൻ നേരത്തെ തന്നെ ഏൽപ്പിച്ചിരുന്ന വില്ലും അമ്പും ആവനാഴിയും വാളും രാമന് നൽകുകയാണ്. അതിനു വേണ്ടി തന്നെയാണ് രാമ ഈ മണ്ണിൽ അങ്ങ് അവതരിച്ചിട്ടുള്ളതും. ശ്രീരാമചന്ദ്ര, ഇവിടെ നിന്ന് 2 യോജന വഴി തെക്കോട്ട് ചെന്നാൽ പഞ്ചവടി എന്ന പുണ്യപ്രദേശത്ത് എത്തിച്ചേരാം. അവിടെ ഗൗതമീ തീരത്ത് ഒരാശ്രമം പണിത് അവിടെ വസിച്ചുകൊണ്ട് വേഗത്തിൽ ദേവകാര്യങ്ങൾ പൂർത്തീകരിക്കുക. മാമുനിയാൽ നൽകപ്പെട്ട ചാപബാണാദികൾ നിലത്തുവെച്ച് മുനിയെ താണു തൊഴുത് സീതയോടും ലക്ഷ്മണനോടുമൊപ്പം അവിടെ നിന്നും രാമൻ യാത്രയാവുകയാണ്.
അപ്പോഴും രാമഭക്തിയാൽ അഗസ്ത്യ ഹൃദയം തുടിക്കുകയായിരുന്നു. ആ തുടിപ്പ് നമുക്കിങ്ങനെ ശ്രവിക്കാം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട, നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാംബുദേ. ഇവിടെ ഇന്നത്തെ സത്സംഗം സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.